ഹലോ ഗൈസ്. ഞാൻ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് ഉമ്മാക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് ഞങ്ങളൊരു ചെക്കപ്പിന്റെ ആവശ്യത്തിനായിട്ട് പെരിന്തൽമണ്ണയിലുള്ള ഇഎംഎസ് ഹോസ്പിറ്റലിലാണ് പോയത്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ കെഎസ്ആർടിസി ഒരു സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരാൾ ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്നുണ്ട്. അപ്പൊ ഞാനും ഉമ്മയും മൂപ്പരും അങ്ങനെ നോക്കി. എന്നിട്ട് ഉമ്മ എന്നോട് കെട്ടിപ്പിടിച്ച് എന്നോട് പറഞ്ഞു, "മോനെ, ഇജ്ജ് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഇതത്ര നല്ലതല്ല. ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും" എന്ന് പറഞ്ഞു. ഞാൻ ഉമ്മയോട് പറഞ്ഞു, "ആ ഇല്ല ഉമ്മ, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല." അപ്പൊ ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നു. ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അവിടുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇന്നിപ്പോ 2025 ആയി. ഫെബ്രുവരി 28. ഇത്രയും വർഷത്തിനിടക്ക് എനിക്കൊരു സിഗരറ്റ് പോലും വലിക്കാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം, ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ കുറെ ന്യൂസ് കേട്ടതാണ്. ഉമ്മാനെ തലക്കടിച്ച് കൊല്ലാണ്, അനിയനെ കൊല്ലാണ്. എടാ, നമ്മളെ വീട്ടിലും ഇല്ലേ ഉമ്മാരും ഉപ്പാരും അനിയന്മാരും പെങ്ങന്മാരും ഒക്കെ. നമ്മളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവര്. നമ്മൾ അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ഈവൻ നമ്മൾ വീട്ടിൽ കേറി ചെല്ലുമ്പോ നമ്മൾ ആദ്യം ഉമ്മ എവിടെ എന്നിട്ടേ കേറി ചെല്ലുക. അതുപോലെ നമ്മളെന്തെങ്കിലും ഷർട്ടോ പാന്റോ കാണാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കും, "ഉമ്മ എന്റെ ഷർട്ട് കണ്ടോ? എന്റെ പാന്റ് കണ്ടോ?" അവിടെ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന നമ്മളെ ഉമ്മാരും ഉപ്പാരും വീട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ബാക്കിയുള്ള സാധനങ്ങൾ തേടിപ്പോയി അതും വലിച്ചു കുത്തിക്കയറ്റി ഈ പാവങ്ങളെ വന്നിട്ട് ഉപദ്രവിക്കുന്നത്? ഞാൻ ഈ വീഡിയോ കുറെ ദിവസമായി ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കണം. പക്ഷെ എനിക്ക് ഇന്നാണ് ഒരു സമയം കിട്ടിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരുടെ അടുത്ത് പറ, "പ്ലീസ് എടാ അത് ചെയ്യല്ലേ. ഇതിങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്" എന്ന് അവരുടെ അടുത്ത് പറ. ഓക്കെ. താങ്ക് യു.